സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ഒരു ഓപ്പോയുടെ ഫോണാണ്. ഓപ്പോ A58 മോഡൽ എന്ന ഫോണാണ്. സോ ഇത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ മൊത്തം ക്രാക്ക് ആയിട്ടുണ്ട്. പക്ഷേ മൂപ്പർക്ക് കുറഞ്ഞ റേറ്റുള്ള ഡിസ്പ്ലേ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞു. സോ നമുക്കിന്ന് ആ ഫോൺ ഡിസ്പ്ലേ മാറ്റുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. സോ ആദ്യമായിട്ട് നമ്മൾ സിം ട്രെയും കാര്യങ്ങളൊക്കെ ഊരിന് ശേഷം 4 പുറം നൈസിലൊന്നും എടുക്കാൻ നോക്കുക. ഫിംഗറിലുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. കാരണം ഫിംഗർ ചെറുതായിട്ടെങ്കിലും ക്രാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഫിംഗർ ഇഷ്യൂ വന്നാൽ അതിൻ്റെ ഫിംഗറൊന്നും കിട്ടാൻ കുറച്ച് പാടാണ്. സോ നമ്മൾ 4 പുറം നേരം പോലെ നോക്കി അയച്ചതിന് ശേഷം സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ മോഡൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിംഗർ ബ്രോക്കൺ ആവുക, അങ്ങനത്തെ പ്രശ്നം കുറേ പേര് വന്നിട്ടുണ്ട്. പല കസ്റ്റമറും ഇങ്ങനെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടി വരുമ്പോൾ അവരെ ഈ സ്ട്രിപ്പ് കട്ടായി കണ്ടതായിട്ടുമുണ്ട്. സോ നമ്മൾ അയക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഈ ടൈപ്പ് ഫോൺ അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അയച്ചാൽ മതി. കാരണം ഫിംഗറും കൂടി ഉള്ളതുകൊണ്ട് വല്ലാതെ അർജൻറ്റ് കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ലോസ് ആയിരിക്കും. സോ അതൊന്ന് ശ്രദ്ധിച്ച് അയക്കാൻ നോക്കുക. സോ നമ്മളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേയും കൂടി റിമൂവ് ചെയ്യണം. സോ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാനായിട്ട് 4 സൈഡിലും ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം. ഇതിൽ മെയിൻ ഡിസ്പ്ലേ ഫിറ്റിനോടത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഫ്രെയിം നേരം പോലെ ക്ലീൻ ചെയ്യാതെ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫ്രെയിം എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണോ അത്രയ്ക്കും ഉസാറായിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഫിറ്റിങ് നടക്കും. ഡിസ്പ്ലേ ഫിറ്റിങ് ആവണമെങ്കിൽ 4 സൈഡും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രെയിം ക്ലീൻ ചെയ്യണം. ടൈം എടുത്തോട്ട് അതിന് കുഴപ്പമില്ല. പക്ഷേ അഥവാ ഫ്രെയിം ക്ലീൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സായാൽ മതി, അതിൽ ലൈനും കാര്യങ്ങളും വരാൻ. പിന്നെ ആ കസ്റ്റമർ റിട്ടേൺ വരലും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥയാവും. സോ ഡിസ്പ്ലേയുടെ ഫ്രെയിം പറയുമ്പോൾ മിഡിൽ ഫ്രെയിം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് 4 പുറം നോക്കിയിട്ട് ക്ലീൻ ചെയ്യുക. ഒരു വട്ടം ക്ലീൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സീനില്ലാതെ നമുക്ക് ഒട്ടിക്കുക, കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ മൊത്തം ക്ലീൻ കഴിഞ്ഞു. നമ്മളിന്ന് ഇടാൻ പോകുന്നത് മീ2 എന്ന കമ്പനിയുടെ ഒരു കോംബോ ആണ്. ഇത് മാർക്കറ്റിൽ വെച്ച് കിട്ടാവുന്ന നല്ലൊരു കമ്പനി കോംബോ തന്നെയാണ്. ക്രൗണ്, മീ2 ഇതൊക്കെ നല്ല കമ്പനി ഡിസ്പ്ലേ തന്നെയാണ്. സോ നമ്മൾ ആ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ഡിസ്പ്ലേ ഫോണിലൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളും. ഏത് ഡിസ്പ്ലേ ഉണ്ടെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പേസ്റ്റിംഗ് വയറിനെ കൂടി ഇല്ലാത്ത ഒരു ടൈമാണ്. സോ നമ്മൾ ഏത് ഡിസ്പ്ലേ ഇടാണെങ്കിലും ഒന്ന് നേരം പോലെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്താൽ മതി. ചിലവർക്ക് അർജൻറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ മൊത്തം നേരെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ഡിസ്പ്ലേ മൊത്തം പേസ്റ്റ് ചെയ്യാൻ നോക്കുക. സോ നമ്മൾ ഡിസ്പ്ലേ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലോക്കും കാര്യങ്ങളും അറിയില്ല, എന്നാലും നമുക്ക് മേലെ കൂടി ചെക്ക് ചെയ്യാം. എമർജൻസി കോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ നേരം പോലെ ചെക്ക് ചെയ്യാം. സോ നമ്മൾ ഡിസ്പ്ലേ മൊത്തം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചില ഡിസ്പ്ലേയിൽ ഒന്ന് റീസ്റ്റാർട്ട് ആവലുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഫോൺ മൊത്തം ഓൺ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഫോണിൽ ലോക്കില്ലാത്തതുകൊണ്ട് നമുക്ക് മേലിൽ മൊത്തം ചെക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയറാണ്. എന്നാലും നമ്മൾ ഡയലിങ്ങിൽ പോയിട്ട് ഒന്നും കൂടി നോക്കുക. ഡിസ്പ്ലേ നമ്മൾ എപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിലും മൊത്തം ഡിസ്പ്ലേ മേലെ വെച്ചതിന് ശേഷം ചെക്ക് ചെയ്യുക. കയ്യിൽ പിടിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ടച്ചിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പക്ഷെ പിന്നീട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നേരെ വെക്കുമ്പോൾ ടച്ച് വർക്കാവാത്ത അവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേ പിന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താം. സോ നമ്മൾ ഇപ്പോൾ 4 സൈഡിലും ചെറുതായിട്ട് ഗമ്മിടുക. വല്ലാതെ ഗമ്മിട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്, വളരെ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ മീഡിയം ടൈപ്പിൽ ഗമ്മും കാര്യങ്ങളും ഇടുക. ഗമ്മൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ഉള്ളിൽ പേസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ 4 സൈഡും ഗമ്മിടാൻ നോക്കുകയാണ്. അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ഗമ്മ് ചെറുതായിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇടുകയാണെങ്കിൽ വളരെ നൈസിൽ വേണം ഇടാൻ. കാരണം അതിൻ്റെ സ്ട്രിപ്പുള്ള ഭാഗത്ത് ഗമ്മ് കുറച്ച് തട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും കൂടി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ആ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം വരാറുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച അടിഭാഗത്ത് നേരം പോലെ ഗമ്മിട്ടിട്ട് അങ്ങനെ വാങ്ങിച്ച ഫിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ എല്ലാ ഭാഗത്തും ഗമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡിസ്പ്ലേ മൊത്തം ഇതിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ നമ്മൾ നോക്കാൻ പോവുകയാണ്.
ഗമ്മും കാര്യങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എപ്പോൾ ഡിസ്പ്ലേ ഇടാണെങ്കിലും അടിഭാഗത്ത് വേണം ഏറ്റവും ആദ്യം ഫിറ്റിങ്ങിൻ്റെ അത് വരാവും. മേൽഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്ത് ആ സ്ട്രിപ്പ് പൊന്തി കിടക്കും. സോ അടിഭാഗത്താണ് ഏറ്റവും ആദ്യം നമ്മൾ അതിൻ്റെ ഫിക്സിങ് നോക്കേണ്ടത്. 4 സൈഡും ഗമ്മിട്ടു. ഇനി റബ്ബർ ബാൻഡും കാരണം ഇടാം. ഇങ്ങനത്തെ മോഡലൊക്കെ ഡിസ്പ്ലേ ഇടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളാണ്, പക്ഷേ ആദ്യ ടൈമിലൊക്കെ ഭയങ്കര പ്രയാസമുള്ള ടൈമായിരുന്നു. കാരണം നമ്മൾ ചില ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലൈൻറ്റ് വരലുണ്ട്, ചിലത് ഫിറ്റിന് ശേഷം കംപ്ലൈൻറ്റ് ആവലുണ്ട്. സോ നമ്മൾ ഏറ്റവും ആദ്യം ഒന്ന് നേരമാണ് 5-10 മിനിറ്റ് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ 4 ബാൻഡ് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് വരെ ഒന്ന് പുറത്ത് വെക്കുക. ഒന്ന് 4 സൈഡ് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. ആ 10 മിനിറ്റിന് ശേഷം റബ്ബർ ബാൻഡ് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ബാക്കി ബാറ്ററിയും കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ശേഷം ഒരു 5 മിനിറ്റും കൂടി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എന്നിട്ട് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളും ഇട്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. സോ നമുക്ക് മൊത്തം പാക്ക് ചെയ്യാം. ഇങ്ങനത്തെ മോഡ് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ സെയിമാണ്, പക്ഷേ നമ്മൾ ഫിംഗറാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഫിംഗർ ഒരു വട്ടം ക്രാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഫിംഗർ പ്രശ്നം പറഞ്ഞിട്ട് കസ്റ്റമർ വരാറുണ്ട്. ചിലപ്പം ഓൺ ടൈമിലാ കാര്യം നമ്മൾ ഫിംഗർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനത്തെ ടൈമിലാവുമ്പോൾ നമ്മളൊന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കണം. കാരണം റീസ്റ്റാർട്ട് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫിംഗർ വർക്കാവില്ല. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കസ്റ്റമർ വരും ഫിംഗർ വർക്കാവുന്നില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, അഥവാ നമ്മൾ ഓണിലാണോ ഫിംഗർ ഇടുന്നത് വെച്ചാൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിംഗറിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ബൈ ചാൻസ് ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പൊട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ, പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാണ്. സോ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്യാമറ ഭാഗത്ത് വരുന്ന സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് അതിലുള്ള എല്ലാ സ്ക്രൂവും കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇങ്ങനത്തെ മോഡലിൽ സ്ക്രൂവും കാര്യങ്ങളും വളരെ കൂടുതലാണ്. മെയിനായിട്ട് ഇതിൻ്റെ സ്ട്രിപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേ അതിൻ്റെ മേലിട്ട് സ്ക്രൂ ചെയ്യുന്നത്. സ്ട്രിപ്പില്ലെങ്കിൽ ഞാൻ കയ്യിൽ പിടിച്ച് മാത്രമേ ഫിറ്റ് ചെയ്യാറുള്ളൂ. സോ കയ്യിൽ പിടിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആയതുകൊണ്ട് മാത്രം അതിൻ്റെ മേലിട്ട് ചെറിയൊരു പ്രസ്സിങ്ങിൽ മാത്രമാണ് സ്ക്രൂ ഇടുന്നത്. കാരണം ഇപ്പം മുഴുവനായിട്ട് നേരം പോലെ ഒട്ടാത്തൊരവസ്ഥയാണ്. ആ ടൈമിൽ നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്യുന്നതും ടഫാണ്. സോ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഈ സ്ക്രൂവും കാര്യങ്ങളും ഇടാൻ. എല്ലാ സ്ക്രൂവും കാര്യങ്ങളും ഇട്ടതിന് ശേഷം ബാക്ക് ഡോർ അടക്കുക. അടിച്ചതിന് ശേഷം സിമ്മൊക്കെ ഇട്ടിട്ട് പിന്നെ വേറെ വലിയ കാര്യം, ഇങ്ങനത്തെ പ്രശ്നത്തിൽ സെൻസറിൻ്റെ പ്രശ്നം വരാറുണ്ട്. സോ ഇതൊക്കെ ഇട്ടതിന് ശേഷം സെൻസറും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. സെൻസറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും കൂടി റീസോൾവ് ചെയ്തിട്ട് വേണം മൊത്തം ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ വീണ്ടും റിട്ടേൺ വരും. പിന്നെ വീണ്ടും കസ്റ്റമർ വരുന്നതും നമുക്ക് തന്നെയാണ് പ്രശ്നം. സോ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. പിന്നീട് ആ കസ്റ്റമർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരണം, പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലെ ഒരു നല്ലൊരു സ്ക്രീൻ ഗാർഡ് ഇടാം. കാരണം സ്ക്രീൻ ഗാർഡ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫിനിഷിങ്ങും ഒന്ന് വേറെയാണ്, ക്ലാരിറ്റി ഒന്നും കൂടി കൂടും. സോ നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഗാർഡും കാര്യങ്ങളും ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് വേണം കൊടുക്കാൻ. സോ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഇടാൻ നോക്കുന്നു. ഓക്കെ സ്ക്രീൻ ഗാർഡും കാര്യങ്ങളും നമുക്ക് ഇടാം. ചെറുതായിട്ട് ഏറെ വരുന്നുണ്ട്, എന്നാലും നമുക്ക് ഏറെ കളഞ്ഞിട്ട് വേണം സ്ക്രീൻ ഗാർഡ് ഇടാൻ. കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോഴത്തെ ടൈമിൽ ഓക്കെ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഇതിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മുഴുവൻ ക്ലീൻ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കൂടുതൽ ടൈം എടുത്തു അല്ലേ സ്ക്രീൻ ഗാർഡ്. അങ്ങനെ ചില സമയത്ത് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നേരം പോലെ കിട്ടൂല, പലപ്പോഴും അങ്ങനെ ഉണ്ടാവലുണ്ട്. സോ നമ്മൾ സ്ക്രീൻ ഗാർഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കംപ്ലീറ്റായി എന്ന് പറയാം. ഓക്കെ, സ്ക്രീൻ ഗാർഡ് ഇടുന്നു. ഓക്കെ സ്ക്രീൻ ഗാർഡ്